ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം. സ്നേഹമുള്ളവരെ, ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും അനുഗ്രഹീതമായ കാലഘട്ടമാണ് വലിയ നോമ്പ്. പാപത്തിൽ നിന്ന് മാറി പുണ്യത്തിലേക്ക് തിരിച്ചു നടക്കുന്ന കാലഘട്ടം. മിശിഹായുടെ രക്ഷാകര രഹസ്യങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ഒരു തിരിച്ചു നടക്കൽ. പെസഹ് എന്ന ഹെബ്രായ പദത്തിൻ്റെ അർത്ഥം കടന്നുപോകലെന്നാണ്. അടിമത്തത്തിൻ്റെ നാട്ടിൽ നിന്ന് വിമോചനത്തിലേക്ക് ഇസ്രായേൽ മക്കളെ സംരക്ഷിച്ചുകൊണ്ട് സംഹാരദൂതൻ കടന്നുപോയതിൻ്റെ ഓർമ്മയിൽ വരാനിരിക്കുന്ന മിശിഹായുടെ രക്ഷയെ പ്രതീക്ഷിച്ചുകൊണ്ട് യഹൂദരാഘോഷിക്കുന്ന വലിയ തീർത്ഥാടക തിരുനാൾ. പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മാനവകുലത്തെ രക്ഷിക്കാനായി കുരിശിൽ തൂങ്ങപ്പെട്ടവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന വചനം പൂർത്തീകരിച്ചുകൊണ്ട് പാപത്തിൻ്റെ ഫലമായ ശാപത്തെയും മരണത്തെയും സ്വയം ഏറ്റെടുത്തുകൊണ്ട് കുരിശിൽ മരിക്കാൻ തയ്യാറായ മിശിഹ തന്നെ പെസഹ കുഞ്ഞാടാകുന്ന മഹാദൈവിക പദ്ധതിയുടെ ഭാഗം. ഈ 50 നോമ്പ് ദിനങ്ങളിലെ മിശിഹായുടെ ഈ പീഡാനുഭവ രഹസ്യങ്ങളെ ധ്യാനിച്ചുകൊണ്ട് രക്ഷാകര ദൗത്യ നിർവഹണ പാതയിലൂടെ നമുക്കുമൊന്ന് സഞ്ചരിക്കാം. പാപത്തിൽ നിന്ന് പുണ്യത്തിലേക്ക്, മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക്, ശിക്ഷയിൽ നിന്ന് രക്ഷയിലേക്കുള്ള കടന്നുപോകൽ മിശിഹായുടെ പെസഹ. ഗോൽഗോഥായിലെ പരമയാഗം, സിഹിയോൻ ശാലയിലെ തിരുവത്താഴം.